നിങ്ങളുടെ ദുർബലമായ മേഖലയെ മെച്ചപ്പെടുത്താനല്ല ശ്രമിക്കേണ്ടത്, ശക്തമായ മേഖലയെ കൂടുതൽ കരുത്താക്കാനാണ് ശ്രമിക്കേണ്ടത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് അത് ഏതൊരു വെല്ലുവിളിയെയും നേരിടുവാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുന്നു. സമാധാനം കടന്നുവരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നുമാണ്. നമ്മുടെ ഉള്ളിലല്ലാതെ പുറത്ത് അതെവിടെ അന്വേഷിച്ച് നടന്നാലും ലഭിക്കണമെന്നില്ല. പുതിയത് സ്വപ്നം കാണുന്നതിനോ മറ്റൊരു ലക്ഷ്യം സ്ഥാപിക്കുന്നതിനോ പ്രായപരിധി ഇല്ല എന്നുള്ളത് തിരിച്ചറിയുക. അലസമായ ഒരു ജീവിതമല്ല, ആസ്വദിച്ചുള്ള ജീവിതമാവട്ടെ നമ്മുടേത്. മൃദുവായി നടന്നും എളിമയോടെ സംസാരിച്ചും കരുതലോടെ കാൽവെച്ചും സ്നേഹത്തോടെ പെരുമാറിയും നമ്മൾക്ക് യാത്ര സുന്ദരമാക്കാം. എല്ലാ വിഷമങ്ങളും ഉള്ളിലൊതുക്കി ചിരിക്കാൻ പഠിക്കണം. ആരെയും തളർത്താനല്ല, ആരൊക്കെ തളർത്തിയാലും ഈ ചിരി മായില്ല എന്ന് തെളിയിക്കാനാണ്. നമ്മളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു, എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല. നമ്മൾ ദിവസവും ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നത് അസാധ്യമാണ്. നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിന്റെ ഇഷ്ടിക എടുത്തു മാറ്റാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളിൽ പലരും. അവനവന്റെ ഉള്ളിൽ തന്നെ കണ്ടെത്തുന്ന ഒന്നാണ് സന്തോഷം. അല്പം ശ്രമകരമായ കാര്യമാണെങ്കിലും അത് വേറെ എവിടെയെങ്കിലും കണ്ടെത്തുക എന്നത് തികച്ചും അസാധ്യമായ കാര്യവുമാണ്. വിജയം ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന ഒന്നല്ല. നിരന്തരമായ കഠിനാധ്വാനവും ത്യാഗവും ആത്മവിശ്വാസവും നിർത്താതെയുള്ള പഠനവും എന്നിവയാൽ ലഭിക്കുന്നതാണ്. കാലുകൾ മുറിഞ്ഞേക്കാം, എന്നിരുന്നാലും ആഞ്ഞു ചവിട്ടും തോറും ഉയർച്ച കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് ജീവിതവും. ആരുടെയും സങ്കടങ്ങളെ തമാശയായി കാണരുത്. നമുക്കറിയില്ലല്ലോ അവർ എത്ര മോശമായ അവസ്ഥയിലായിരിക്കുമെന്നുള്ളത്. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും, എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറുവാനുള്ള ഊർജം നൽകുന്നില്ല. അത് നമ്മൾ തനിയെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. നന്നായി ആലോചിച്ചു മാത്രം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുക. പുറത്തു നിന്നുള്ള ഒരു ശക്തിയാൽ മുട്ട പൊട്ടിയാൽ ജീവിതം അവസാനിക്കും. അകത്തെ ശക്തിയാൽ പൊട്ടിയാൽ ജീവിതം തുടങ്ങും. മഹത്തായ കാര്യങ്ങൾ എപ്പോഴും ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. വിട്ടുപോകാൻ നിർബന്ധിക്കുന്നവരെ പിടിച്ചു നിർത്താതെ സ്വതന്ത്രമാക്കി വിടുന്നതിലാണ് നിങ്ങളുടെ മഹാത്മ്യമുള്ളത്. ജീവിതത്തിൽ അപ്രത്യക്ഷമായ ചില സംഭവങ്ങൾ നടക്കും. ഉള്ളം കയ്യിലേക്കെത്തി പിന്നെ അതങ്ങോട്ട് തെന്നിപ്പോകുന്നത് പോലെ ആദ്യമൊക്കെ പ്രയാസം തോന്നുമെങ്കിലും പിന്നീട് നമ്മൾ അതിനോട് പൊരുത്തപ്പെടുക തന്നെ ചെയ്യും. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് നല്ല ഒരു മനുഷ്യനാകുന്നത്. പണം എന്നത് ഏതൊരു മാർഗത്തിലൂടെയും നമുക്ക് സമ്പാദിക്കാം. സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾ എപ്പോഴും അകലം പാലിക്കുക. കാരണം അവർ എല്ലായ്പ്പോഴും നിങ്ങളെ തെറ്റുകാരനാക്കാൻ ശ്രമിക്കുകയുള്ളൂ. നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ നിന്ന് പോലും നമുക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം ഒളിഞ്ഞു നിൽപ്പുണ്ടാകും. സത്യത്തിന് ഭാരം കൂടുതലായതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പകരുന്നില്ല. എന്നാൽ നുണകൾക്ക് ഭാരം തീരെ കുറവാണ്. ആയതിനാൽ തന്നെ അവ വേഗം പടർന്നു പിടിക്കുകയും ചെയ്യും. നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയാൽ കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതത്തിന്റെ മൂല്യം. എത്ര വിജയങ്ങൾ നേടിയാലും എന്തൊക്കെ സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടത് എന്ന് എല്ലാവരും മറന്നുപോകുന്നു. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാനുള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം.
സ്നേഹിക്കുക അതൊരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ്. സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതൊരു ഉത്തരവാദിത്വമാണ്. നിങ്ങൾക്കായുള്ള നല്ല ദിവസം വരാനിരിക്കുന്നതേയുള്ളൂ. എല്ലാ ദിവസവും ഹൃദയഭാരത്തോടു കൂടി ഉണരുന്നത് അവസാനിപ്പിക്കുക. ഭാവി ജീവിതത്തിൽ പ്രതീക്ഷകൾ വയ്ക്കുക. നിങ്ങൾക്ക് സംഭവിക്കുന്നതൊക്കെയും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നില്ല. സംഭവിക്കുന്നതോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിയന്ത്രിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. പ്രതികരണത്തിൽ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തിയുള്ളത്. കാലം ഒരു മുറിവും ഉണക്കാറില്ല. ആ മുറിവുമായി എങ്ങനെ ജീവിക്കാമെന്ന് മാത്രം പഠിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.